കഥകളുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത്, അതുപോലെ അതിൻ്റെ പ്രധാന ഭാഗമായ അതിൻ്റെ മുഖചിത്രം എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അതൊക്കെ അതിനെക്കുറിച്ചൊക്കെയാണ്. അപ്പം അതിന് തുടക്കമായിട്ട് കുറച്ച് രൂപങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ആ രൂപങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മായരുത്. എന്തായാലും ഒരു പ്ലെയിൻ പേപ്പർ കയ്യിൽ വെക്കണം. ഞാൻ വരച്ച് കാണിക്കുന്നതൊക്കെ അത്യാവശ്യം ഒന്ന് നോട്ട് ചെയ്യുകയും ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മുടെ മാർസിന്റെ പേരും അകത്തുള്ള കഥയെ ആസ്പദമാക്കി ഉള്ള ചിത്രങ്ങൾ നമ്മൾ വരയ്ക്കണം. അപ്പൊ അതിനെല്ലാവരും തയ്യാറാണോ? ഓക്കെ, വെരി വെരി ഗുഡ് മോർണിംഗ്. അപ്പോഴ് ആ മേഖലയിലേക്ക് വരണം. ഞാൻ എൻ്റെ വീട് യഥാർത്ഥമായിട്ട് കോട്ടയോ കാഞ്ഞിരപ്പള്ളി പഴയടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ കൊട്ടാരക്കര തലച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്നെ ഇവിടെ അടുത്ത അല്പം അറിയാവുന്ന ടീച്ചേഴ്സൊക്കെ ഇവിടെ തന്നെയുണ്ട്. വെട്ടിക്കലേക്ക് വരുന്ന ടീച്ചേഴ്സൊക്കെ ഉണ്ട്. ഞാൻ പഠിച്ചത് ഗവൺമെന്റ് രാജാജിവർമ്മ ഫൈൻ ആർട്സ് കോളേജിലാണ്. അത് കഴിഞ്ഞ് മലയാള മനോരമ, സയൻസ് മന്ദിരം ഫോർ ചിൽഡ്രൻ, ഒരു കവിതാ മാസിക, അക്ഷരശ്ലോകം, പിന്നെ ലേബർ ഇന്ത്യ, ഇത്രയും മാഗസിനിൽ വർക്ക് ചെയ്തതിനു ശേഷം ഞാൻ കേന്ദ്ര ഗവൺമെന്റായിരുന്നു നവോദയ വിദ്യാലയം. അത് കഴിഞ്ഞ് ഒരു 13 ഡിപ്പാർട്ട്മെന്റിൽ മാറി മാറിയിരുന്നു. ഇപ്പം ഞാൻ ആ ജോലിയിൽ നിന്ന് ഞാൻ തൽക്കാലം വിരമിച്ചു. എന്നാലും എൻ്റെ പ്രവർത്തനങ്ങളും വിരമിച്ചിട്ടില്ല. ഇപ്പോൾ ഞാൻ ചിത്രങ്ങൾ ചെയ്യുന്നു, പെയിന്റിങ്സ് ചെയ്യുന്നു, ശില്പങ്ങൾ ചെയ്യുന്നു, ചിത്രങ്ങളുടെ പ്രദർശനം നടത്തുന്നു. അതുപോലെ എന്താണ് ഇത്, ക്യാമ്പുകൾ നടത്തും. കുട്ടികൾക്കൊരു ക്യാമ്പ്. ഇതിപ്പോഴൊരു ക്യാമ്പാണ്. ആ ക്യാമ്പായിട്ട് കണ്ടാൽ മതി. നിങ്ങൾക്ക് ചിത്രങ്ങൾ വരയ്ക്കാനുള്ളൊരു ക്യാമ്പ്. അതിനകത്തൂടെ നമ്മൾ കുറച്ച് ചിത്രങ്ങൾ നമ്മൾ ഉണ്ടാക്കി. അതിനെല്ലാവരും തയ്യാറാകണം. അതുപോലെ തന്നെ വർത്തമാനം പറയുന്നത് ഒഴിവാക്കണം. എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള കലാപരമായ കഴിവുകളും അറിവുകളും ഉണ്ട്. കൊച്ചു കുഞ്ഞാണെങ്കിൽ പോലും ഉണ്ട്. ഓരോതിനെ കുറിച്ച് തിരിച്ചറിയാനും എല്ലാം ഉണ്ട്. അതിനകത്തൊരു മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാം ഉണ്ട്. സംഗീതപരമായ കഴിവുണ്ട്, ചിത്രകല കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ട്, ശില്പങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട്, അതുപോലെ ഗണിതപരമായ കഴിവുകളുണ്ട്. അപ്പൊ അത്തരത്തിലൊക്കെയുള്ള തിരിച്ചറിവുകൾ നിങ്ങളിൽ എല്ലാവരിലും ഉണ്ട്. അപ്പം നിങ്ങൾ അതിലേക്ക് വരിക. അപ്പം നിങ്ങൾക്കിപ്പോൾ ഓരോ പേപ്പർ തരും. ഞാൻ ഈ ക്ലാസ് എടുക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ അത്യാവശ്യം പെട്ടെന്ന്, നിങ്ങൾ വലിയ ഒത്തിരി സമയമെടുത്തൊന്നും ചെയ്യണ്ട, വളരെ പെട്ടെന്ന് ഒരു ചിത്രങ്ങൾ കേട്ടാ, ചുമ്മാ അറിയാവുന്നതുപോലെ നിങ്ങളത് തൂത്ത് മായിച്ച് വരയ്ക്കാനൊന്നും നിൽക്കണ്ട. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന സമയത്ത് നിങ്ങളുടെ ബുദ്ധി അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. അപ്പം നമുക്ക് അതിലേക്ക് പോകാം. ഇടയ്ക്ക് ഞാൻ വന്ന് ഇത് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ എന്തെങ്കിലും നിങ്ങളോട് പറയാനുണ്ടെങ്കിൽ